ത്രിയേക ദൈവത്തിലെ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്. പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവം ആത്മാവാണ്, അരൂപിയാണ്. ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാനായിട്ട് പറ്റും. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ദൈവം, പിതാവായ ദൈവം ഒരു വ്യക്തിയാണെന്നും പുത്രനായ ദൈവം ഒരു വ്യക്തിയാണെന്നും പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണെന്നും ഉള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവായ ദൈവം വ്യക്തിയാണ് എന്നുള്ളതിന് നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്തു, അവർ തെറ്റ് ചെയ്തു, അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലാവുക. അവിടെ കൃപ നഷ്ടപ്പെട്ടു. പിന്നെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവം, ആർക്കെങ്കിലും ബാക്കി പറയാമോ? ദൈവം, പിതാവായ ദൈവം നടന്നു വരുന്ന ശബ്ദം അവർ കേട്ടു. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി 3 പറയുന്നത്, ദൈവം നടന്നു വരുന്ന ശബ്ദം അവർ കേൾക്കുകയാണ്. അവർ ഒരു മരത്തിൻ്റെ പിന്നിൽ ഓടി ഒളിച്ചു, മറഞ്ഞു എന്ന് പറയുന്നു. ദൈവം വിളിക്കുകയാണ്, ആദം നീ എവിടെ? ഹല്ലേലൂയ. ദൈവം ആദി മാതാപിതാക്കന്മാരുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരപ്പനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം പോലെ ആയിരുന്നു. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെ? അതേ ബന്ധം. എല്ലാ ദിവസവും ദൈവം വരുന്നു, പർദീസാരുടെ മക്കളോട് വർത്താനമൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ച് നടക്കുന്നു. ആ ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അങ്ങനെയായിരുന്നു ദൈവം. ഇവരെ പാപം ചെയ്ത് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് പിതാവായ ദൈവം ആദ്യ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആയിരുന്നത്. ഇനി മോശ ദൈവത്തോട് പറയുകയാണ്. നമ്മൾ വായിക്കുന്നത് പുറപ്പാട് 32, 33 അധ്യായങ്ങൾ സമയം പോലെ വായിക്കാം. മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ, അങ്ങയുടെ മുഖം എനിക്കൊന്ന് കാണണം, അങ്ങയെ എനിക്കൊന്ന് കാണണം. മോശയെക്കുറിച്ച് എന്താ ദൈവം പറഞ്ഞെന്നറിയാമോ? എൻ്റെ മനസ്സിന് ഏറ്റവും ഇണങ്ങിയ മനുഷ്യൻ. പിന്നെ പറയുന്നുണ്ട് സൗമ്യനായ മനുഷ്യൻ എന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നുണ്ട്. ഈ മോശ ദൈവത്തോട് പറയുക, അങ്ങയെ എനിക്ക് ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, മോശ, നിൻ്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷേ എന്നെ കണ്ടാൽ നീ പറഞ്ഞു ശരിയാ, എന്നെ കണ്ടാൽ നീ മരിക്കും. എന്നെ കണ്ടാൽ നീ മരിക്കും. എന്നെ മുഖം കണ്ടാൽ അല്ല, എന്നെ കണ്ടാൽ നീ മരിക്കും. എന്നിട്ട് ദൈവം പറയുകയാണ്, യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ കടന്നു പോകുമ്പോൾ നിന്നെ പാറയിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പിൻഭാഗം നീ കാണും. വചനം പറയുന്നു, ദൈവം കടന്നു പോയപ്പോൾ ദൈവം കടന്നു വന്ന് പിൻഭാഗം കാണുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. പുറപ്പാട് 33:23. ദൈവം പറയുകയാണ്, എൻ്റെ കൈ ഞാൻ മാറ്റും, അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എൻ്റെ മുഖം നീ കാണുകയില്ല. അപ്പോൾ പിതാവായ ദൈവം ഒരു വ്യക്തിയാണോ? ഉറപ്പായിട്ടും അതെ, അതല്ലേ. എൻ്റെ പിൻഭാഗം ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ ഞാൻ മാറ്റും, എൻ്റെ പിൻഭാഗം നീ കാണും. ഹല്ലേലൂയ. പിതാവായ ദൈവം ഒരു വ്യക്തി തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി
10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആ കൽപ്പന ദൈവം എങ്ങനെ എഴുതിയത്? ബൈബിളിൽ എന്താ പറയുന്നത്? തൻ്റെ വിരൽ കൊണ്ട് കൽപ്പനകൾ എഴുതിയെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വിരൽ കൊണ്ട്. അപ്പോൾ ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയതാണ്. അപ്പോൾ രൂപമുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ബൈബിൾ പഠിച്ചാൽ ഒത്തിരി തെളിവുകളുണ്ട്. അത് പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ കാണണം. പിതാവായ ദൈവം ഒരു വ്യക്തി തന്നെയാണ്. ഹല്ലേലൂയ. ഇനി പുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് പിറന്നു. മനുഷ്യരൂപം എടുത്ത യേശു നമ്മെപ്പോലെ ഒരുവനായിരുന്നു ഈ ഭൂമിയിൽ. നമ്മെപ്പോലെ മജ്ജയും മാംസവും അസ്ഥിയും വിശപ്പും ദാഹവും ഒക്കെയുള്ള ഒരു മനുഷ്യനായിട്ട് യേശു പിറന്നു. നമ്മളും യേശുവും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. നമ്മിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിലൊക്കെ പാപമുണ്ട്. യേശുവിൽ പാപമില്ല. ഹെബ്രായ ലേഖനം പറയുന്നു, പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മിൽ ഒരുവനെ പോലെയായിരുന്നു. ഈ ഭൂമിയിലേക്ക് യേശു മനുഷ്യനായിട്ട് പിറന്നു. മനുഷ്യനായിട്ട് പിറന്ന യേശു നമ്മെപ്പോലെ തന്നെ ശരീരത്തോടു കൂടിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. യേശുവിൽ പാപമില്ലായിരുന്നു. യേശു ദൈവമായിരുന്നു. അവിടുന്ന് സർവശക്തനായിരുന്നു. ആ യേശു നമുക്ക് വേണ്ടി സഹിച്ച് കുരിശിൽ മരിച്ചു. ഇനി അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് അനേക തവണ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ യേശുവിന് ശരീരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഏത് ശരീരമായിരുന്നു? മഹത്വത്തിൻ്റെ ശരീരം, ഗ്ലോറിഫൈഡ് ബോഡി. മഹത്വത്തിൻ്റെ ശരീരമായിരുന്നു യേശു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരം മഹത്വത്തിൻ്റെ ശരീരമായിരുന്നു. ആ ശരീരത്തിൻ്റെ പ്രത്യേകത, വാതിലടച്ചിട്ടാലും യേശു അകത്ത് കയറും. അതാണ് ആ ശരീരത്തിൻ്റെ പ്രത്യേകത. വാതിൽ അടച്ചിട്ടാലും യേശു ഉള്ളിൽ കയറും. മഹത്വമേറിയ ആ ശരീരത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. ഇനി ആ ശരീരത്തോടുകൂടെ വല്ലതും കഴിക്കാൻ പറ്റുമോ? ബൈബിളിൽ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സുവിശേഷങ്ങളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ആരും പറഞ്ഞു? ലൂക്കാസ് സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു വന്നു കഴിഞ്ഞിട്ട് കഴിക്കാൻ വല്ലതും വെച്ചിട്ട് മീൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ സെന്റ് തോമസ് അപ്പസ്തോലനിലായിരുന്നു. പിന്നീട് വന്നപ്പോൾ അപ്പസ്തോലനുണ്ട്. അപ്പസ്തോലന് ഒരു വലിയ ആഗ്രഹം എന്താണ്? ആ വിലാവിലൊന്ന് കൈവെക്കണം, ആ മുറിവിൽ ഒന്ന് കാണണം, കൈവെക്കണം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ, ആ മഹത്വമേറിയ ശരീരത്തിൽ മുറിവുണ്ട്. വിളിച്ചിട്ട് പറയാ, നീ മുറിവ് കാണാൻ പറയാ. 1 പത്രോസ് 2:24 പറയുന്നുണ്ട്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു, ആ യേശുവിൻ്റെ ശരീരത്തിൽ ഇന്ന് ഈ മുറിവ് ഉണ്ട്. കാരണം ഉയർത്തെഴുന്നേറ്റ യേശു അപ്പസ്തോലന് മുറിവ് കാണിച്ചു കൊടുത്തു. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിൽ ആ മുറിവുണ്ട്. അതുകൊണ്ട് മാനവരാശിക്ക് എപ്പോൾ വേണമെങ്കിലും സൗഖ്യമുണ്ട്. അവൻ്റെ മുറിവിനാൽ സൗഖ്യം. കാരണം ആ മുറിവ് യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. അവൻ ഏറ്റുവാങ്ങിയ ഓരോ മുറിവിലൂടെയും എനിക്കും നിങ്ങൾക്കും, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യമുണ്ട്. നമ്മുടെ ഓർമ്മകൾക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരമുണ്ടോ? പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരം ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരം ഉണ്ട്. അതാണ് എൻ്റെ ശരീരം, നിങ്ങളുടെ ശരീരം. പൗലോസ്
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. 1 കൊരിന്തോസ് 3:16. നിങ്ങളുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുമ്പോൾ മുതൽ നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. നമ്മുടെ ഈ ശരീരം പാപം ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല, ദൈവത്തിന് വസിക്കാനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഈ ശരീരം. പരിശുദ്ധാത്മാവിന് ശരീരമുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും ശരീരമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മോട് ഇടപെടും, സംസാരിക്കും, നമ്മളെ നയിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും, എല്ലാം ആത്മാവ് ചെയ്യും. ദൈവാത്മാവിൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ശരീരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പാപം ചെയ്തതെന്ന് ദൈവവചനം നമ്മെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരം ഒരിക്കലും നിങ്ങൾ പാപത്തിന്, അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, ജഡീയ പാപങ്ങൾ, അശുദ്ധിക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്, പുത്രനായ യേശു ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇനി അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കത്തില്ല. മറ്റൊരു സഹായകനെ തരും. സഹായകൻ, കംഫർട്ടർ, അല്ലെ ഹെൽപ്പർ, അല്ലെ പരിശുദ്ധാത്മാവ്. റൂഹ ഗ്രീക്ക് വാക്കാണ്. പരിശുദ്ധാത്മാവ് എന്ന വാക്കിൻ്റെ അർത്ഥം റൂഹ, കാറ്റ്. പരിശുദ്ധാത്മാവ് സഹായകൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ് യേശു സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ തരും. ഈ സഹായകനെ ലോകത്തിന് സ്വീകരിക്കാൻ, അതുകൊണ്ട് ലോക മനുഷ്യന്, ജഡിക മനുഷ്യന് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കത്തില്ല. അടുത്ത വരുന്ന ശ്രദ്ധിച്ചോളൂ. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അവിടെ യേശു പരിശുദ്ധാത്മാവിനെ അവൻ എന്നാണ് വിളിക്കുന്നത്. ഹി, അവൻ. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക, ഹി എന്നാണ് പറയുന്നത്. കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ വീണ്ടും പറയുന്നു, നിങ്ങൾ അവനെ അറിയുന്നു. അവനെ അറിയുന്നു. അവനെ അറിയുന്നു. കാരണം അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ആര്? അവൻ ആരാണ്? പരിശുദ്ധാത്മാവ്. അവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതായത് അരൂപിയായ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ മുതൽ ഒരു വ്യക്തിയായിട്ട് ആത്മാവ് മാറുകയാണ്. ഒരു വ്യക്തിയാണെങ്കിൽ ശരീരം വേണം, മനസ്സ് വേണം, ഇച്ഛാശക്തി വേണം, എല്ലാത്തിനും കഴിവേണം. പരിശുദ്ധാത്മാവിന് ഇതെല്ലാം ഉണ്ട്. വചനത്തെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ എൻ്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാകുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടാരമായിട്ട് മാറുകയാണ്. അവൻ എന്നോട് ഒത്തുവസിക്കുന്നു, എന്നിലായിരിക്കുകയും ചെയ്യുന്നു. എന്നോട് ഒത്തുവസിക്കുന്നു പരിശുദ്ധാത്മാവ്. അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൂടെ. അതായത് ആർക്കും വേർപെടുത്താനാവാത്തവണ്ണമുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മളും ഒന്നിച്ച് വളരണം. നമ്മുടെ ഉള്ളിൽ ആത്മാവുമായിട്ടുള്ള വലിയ ഒരു ബന്ധം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക.
അനേക വർഷങ്ങളെടുക്കും. അനേക വർഷങ്ങൾ പരിശുദ്ധാത്മാവിനടുത്തുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാലങ്ങളെടുക്കും. വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്കറിയാം. ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ. ചിലപ്പോൾ കണ്ണുകൾ പോലും തുറക്കേണ്ട ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃത്യമായിട്ട് ആത്മാവ് നമുക്ക് വെളിപ്പാടുകളും സന്ദേശങ്ങളും നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഈ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും വരണം. അതിന് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുക, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവോട് നിരന്തരം പ്രാർത്ഥിക്കുക. എന്നോടൊത്ത് വസിക്കണം, എന്നെ വിട്ടുപോകരുത്, എൻ്റെ കൂടെ ആയിരിക്കണം. നിരന്തരം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.